നിങ്ങളെപ്പോഴും മറ്റുള്ളവരിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ? നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നതാണ് ഏറ്റവും നല്ലത്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ നമ്മൾ 90 ആളുകളും നമ്മൾ പരമാവധി മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ അവർ മാറാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യും. അതിലൊരു വിഭാഗം ആളുകളുണ്ട്, അവർ നമ്മൾ എത്ര മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിച്ചാലും അവർ മാറാൻ തയ്യാറാവില്ല. അവർക്ക് സാധിക്കില്ല. അതായത് അവരുടെ ജന്മസിദ്ധമായൊരു വാസനയാണത്. അവരുടെ ബ്ലഡിൽ അവർ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു ശീലമാണത്. അതിൽ നിന്ന് അവർക്ക് പിന്മാറാനായിട്ട് പറ്റില്ല. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും അവരെ അതിൽ നിന്നൊരു ചേഞ്ച് വരുത്തി നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അത് നടക്കാത്ത കാര്യമാണ്. അങ്ങനത്തെ വ്യക്തികളുണ്ട്, കുറേ ഉണ്ട്. കുറേ വെച്ചാൽ ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു പക്ഷം അങ്ങനത്തെ ആളുകളുണ്ട്. എത്ര നമ്മൾ ശ്രമിച്ചാലും മാറ്റം വരാത്ത ആളുകൾ. അവരെ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിക്കേണ്ട. നമുക്കത് ശ്രമിച്ച് നമ്മൾ ഓരോ പ്രാവശ്യം പരാജയപ്പെടുമ്പോൾ നമുക്ക് പല പല ബുദ്ധിമുട്ടും വിഷമവും, നമുക്ക് മാനസികമായും ഭയങ്കര ബുദ്ധിമുട്ടും വിഷമത്തിനും ഇടയാവുകയാണ് അതുകൊണ്ടുണ്ടാവുന്നത്. അനന്തരഫലം അതാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരായിട്ട് തന്നെ അംഗീകരിക്കുക. ആ ആൾ അല്ലെങ്കിൽ ആ വ്യക്തി, സ്ത്രീയോ പുരുഷനോ ആരെങ്കിലും ആവട്ടെ, അവരായിട്ട് തന്നെ ആളങ്ങനെയാണ്. അപ്പം ഇനി നമുക്ക് ആളെ അങ്ങനെയായിട്ട് തന്നെ അംഗീകരിക്കാനായിട്ട് നമ്മളൊരു മനസ്സ് കാണിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ആൾ വേണമെന്ന് വിചാരിച്ചിട്ടല്ല അങ്ങനെ ചെയ്യണത്. അയാൾക്ക് മാറണമെന്ന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും ചെയ്യും, പക്ഷേ അയാൾക്ക് മാറാൻ സാധിക്കില്ല. അതായത് അയാളുടെ ജനനത്തിൽ കിട്ടുന്നൊരു ശീലമാണത്. അതായത് അങ്ങനെ ഒരു ശീലം അയാളുടെ ബ്ലഡിൽ തന്നെ അലിഞ്ഞ് ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അയാളായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്ത് അയാളായിട്ട് ജീവിക്കാനാണ് ആ ആൾക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ മാറ്റം വരുത്താൻ ശ്രമിച്ച് നമ്മൾ മാറുക എന്നല്ലാണ്ട് അവർക്ക് ഒരു മാറ്റം ഉണ്ടാവും, ആ ആൾക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ പോകില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രവർത്തികളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി അതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. നമ്മൾ കുറച്ച് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അത് വിട്ടുകളയാണ് നല്ലത്. അതായത് ആളെ വിട്ടുകളയാന്നല്ല, അയാളുടെ സ്വഭാവം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. അതായത് നമ്മൾ മാനസികമായിട്ട് നമ്മളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നമ്മളും അതിനോട് യോജിക്കും. അപ്പോൾ നമ്മൾ അയാളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുറയാനും എല്ലാത്തിനും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ മാറില്ല. അയാളെ മാറ്റാൻ ശ്രമിക്കും, അയാൾ മാറില്ല, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഉടനീളം പ്രശ്നങ്ങളായിട്ട് മാറേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള ആളുകളെ മാറ്റാൻ ശ്രമിക്കരുത്. അയാളെ നിങ്ങൾ അയാളായിട്ട് തന്നെ അംഗീകരിക്കുക.